ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ കൊറിയർ ഏജൻസിയിലെ ബുക്കിംഗ് പോയിൻ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, അതുപോലെ തന്നെ അതിലെന്തൊക്കെ സർവീസുകളാണ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആ ബിസിനസ്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് 4 കൊറിയർ ഏജൻസീൻ്റെ സർവീസ് അവിടെ ബുക്കിംഗ് പോയിൻ്റ് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഡൽഹിവറി എന്ന് പറയുന്ന കമ്പനിയുടെ ബുക്കിംഗ് പോയിൻ്റ് നമുക്ക് കിട്ടുന്നതാണ്, സർവീസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പ്രസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ബുക്കിംഗ് പോയിൻ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോൺ ഷിപ്പിങ്ങും അവൈലബിൾ ആണ്, പോസ്റ്റ് ഓഫീസും അവൈലബിൾ ആണ്. നമ്മളുടെ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റൂം, കമ്പ്യൂട്ടർ, പ്രിൻ്റർ, നെറ്റ് കണക്ഷൻ, സ്റ്റാഫ്, പിന്നെ വെയിറ്റ് അളക്കുന്ന മിഷൻ, CCTV, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഷോപ്പിൽ അറേഞ്ച് ചെയ്തു വെക്കേണ്ടത്. നിലവിൽ ഷോപ്പ് എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഈ വെയിറ്റ് അളക്കുന്ന മിഷൻ മാത്രം വാങ്ങി വെക്കേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഫ്രാഞ്ചൈസീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 20,886 രൂപയാണ്, ഇൻക്ലൂഡ് GST ആണ്. അപ്പം അത് കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് സർവീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അതിലൂടെ ഈ പറയുന്ന 4 കൊറിയർ ഏജൻസീൻ്റെ ബുക്കിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ മറ്റുള്ള കൊറിയർ ഏജൻസികളുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്, നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. ഏകദേശം 5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ബുക്കിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് എടുക്കുമ്പം വളരെ 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 റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസീൻ്റെ ഫീസ് ലഭ്യമാക്കുന്നത്. 20,886 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തരും. ഇതിനാവശ്യമായിട്ട് നിങ്ങൾക്ക് അഡീഷണലായിട്ട് നിലവിലൊരു ഓഫീസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അഡീഷണലായിട്ട് വെയിറ്റ് അളക്കുന്ന മിഷൻ മാത്രമേ നിങ്ങൾക്ക് അഡീഷണലായിട്ട് വാങ്ങി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇത് നല്ലൊരു ബിസിനസ്സായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കൊറിയർ ഏജൻസി എന്ന് പറയുന്നത്. അതും മാത്രമല്ല, നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ കൊറിയർ ഏജൻസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഓഫീസ് കുറച്ചും കൂടിയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനും നമുക്കത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ബോർഡ് വെക്കാം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ തപാൽ ബുക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോർഡ് വെക്കാവുന്നതാണ്. ഒരു കസ്റ്റമർ കയറി നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് ഒരു പാഴ്സൽ അയക്കണം അല്ലെങ്കിൽ ഒരു കൊറിയർ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ പാഴ്സൽ വാങ്ങുക, അതിനുശേഷം അത് മെഷർമെൻ്റ് എടുക്കുക. മെഷർമെൻ്റ് എടുത്തതിന് ശേഷം, അതായത് അതിൻ്റെ ലെങ്ത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇത് നമ്മൾ മെഷർ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും മെഷർ ചെയ്യണം. വെയിറ്റ് മെഷർ ചെയ്യുന്നത് ഹൈറ്റും വിഡ്ത്തൊക്കെ സെൻറ്റിമീറ്ററിലാണ് മെഷർ ചെയ്യേണ്ടത്, വെയിറ്റ് മെഷർ ചെയ്യേണ്ടത് ഗ്രാമിലാണ്. അപ്പം ഇപ്പോൾ ഞാനിതിൽ സ്ക്രീനിൽ കാണിച്ച പോലെ 2000 ഗ്രാം ആണെങ്കിൽ അതിനർത്ഥം 2 കിലോ ആണ്. മനസ്സിലായില്ലേ? 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോ ആണ്. അതേപോലെ തന്നെ 2000 ഗ്രാം എന്ന് പറയുന്നത് 2 കിലോ ആണ്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം പിൻ കോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വെയിറ്റൊക്കെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാഴ്സൽ അയക്കാൻ ഇതിന് ഓരോന്നിനും എത്ര രൂപ ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത്. അത് പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ എത്ര രൂപ വരും, ഡൽഹിവറി വഴിയാണെങ്കിൽ എത്ര രൂപ വരും, എക്സ്പ്രസ് വഴിയാണെങ്കിൽ എത്ര രൂപ വരും, ആമസോൺ വഴിയാണെങ്കിൽ എത്ര രൂപ വരും. ഇതാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നമുക്ക് കൺവീൻസബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മൾ പോസ്റ്റ് ഓഫീസാണ് റേറ്റ് കുറഞ്ഞ് കാണുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസ് നമുക്ക് അത് റേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറട്ടെ. ഈ കേസിൽ നിങ്ങൾ നോക്കണ്ട, പലതും റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കും. പോസ്റ്റ് ഓഫീസിൻ്റെ ചിലതിൽ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കാം. പിന്നെ പ്രൈവറ്റ് കമ്പനികളാകുമ്പോൾ കുറച്ചും കൂടിയും സർവീസ്
പെട്ടെന്ന് സാധനം എത്താനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ഏത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സാണ്, ഏത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. നമ്മൾ സർവീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആസ് എ കസ്റ്റമർ എന്നുള്ള ഫ്രാഞ്ചൈസി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ തന്നെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബുക്ക് നൗ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ബുക്ക് നൗ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ടൈപ്പ് ചെയ്യാനുള്ള കോളമാണ്. അവിടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നമ്മളുടെ വാലറ്റിൽ നിന്ന് കട്ടാകും. ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് 3% ആണ് നമുക്ക് ലാഭം കിട്ടുന്നത്, നമ്മൾ അയക്കുന്നതിൻ്റെ 3%. പക്ഷെ അത് വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മളൊരു ബോണസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ലാഭം എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർ അടുത്ത് അഡീഷണൽ ആയിട്ട് മേടിക്കുന്ന ഫീസ് തന്നെയാണ്. ഇപ്പോൾ 70 രൂപയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമർ അടുത്ത് 100-120 രൂപ ഈടാക്കണം. ആ രീതിയിൽ തന്നെയാണ് എല്ലാ കൊറിയർ ഏജൻസിയും, ഇന്ത്യയിലെ എല്ലാ കൊറിയർ ഏജൻസിയും പ്രവർത്തിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ്. അവർക്ക് ഒരു റേറ്റ് ഉണ്ടാവും, ആ റേറ്റ് നമുക്ക് കാണിച്ചു തരില്ല. അവർ നമ്മളെടുത്ത് പറയുന്ന റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പല കമ്പനീൻ്റെയും, നമുക്ക് പേര് പറയുന്നില്ല, പല കമ്പനീൻ്റെയും കൊറിയർ ഏജൻസിയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് അയക്കാൻ 60 രൂപ 70 രൂപയ്ക്ക് ആയിരിക്കും നമ്മളെടുത്ത് നിന്ന് ഈടാക്കുന്നത്, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഈടാക്കുന്നത്. ആക്ച്വലി അവർക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 25 രൂപ അല്ലെങ്കിൽ 30 രൂപയ്ക്ക് ആയിരിക്കും റേറ്റ്. അപ്പോൾ അവിടെ കിട്ടുന്ന ആ 30 രൂപ അല്ലെങ്കിൽ 20 രൂപയാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. ഡെയിലി ഒരു 10-30 വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 1000-1200 രൂപയുടെ ലാഭം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ പിൻകോഡിൻ്റെ അടിസ്ഥാനത്തിലും ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഒരു പക്ഷേ നമ്മൾ 5 കിലോ ഉള്ള ഒരു പാഴ്സലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ചിലപ്പോൾ ഒരു 150-200 രൂപേൻ്റെ അടുത്ത് വരെ റേറ്റ് ഉണ്ടാവും. നമുക്ക് കസ്റ്റമർ എടുത്തുനിന്ന് ഒരു 300-400 രൂപ വരെ നമുക്ക് മേടിക്കാവുന്നതാണ്. അത് ആ മാർക്കറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കി എമൗണ്ട് മേടിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് കിട്ടും. ഈ പ്രിൻ്റ് എടുത്ത് നമ്മുടെ പാഴ്സലിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ്മാൻ നമ്മളുടെ ഓഫീസിലേക്ക് വരും. നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇത് സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും, ഇത്ര പാഴ്സൽ അവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം പോസ്റ്റ്മാൻ നമ്മളെ ഓഫീസ്, നമ്മൾ വിളിക്കൊന്നും വേണ്ട, നമ്മൾ വിളിച്ച് വരാനൊന്നും പറയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ഫോണിലേക്ക് OTP ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ പോകുന്നതാണ്. അവർ തന്നാൽ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ആ സാധനം കളക്ട് ചെയ്ത് എത്തിക്കേണ്ട ഇടത്തിൽ അവരെത്തിച്ചോളും. അത് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും എക്സ്പ്രസ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും എല്ലാം അവർ തന്നെ എത്തിച്ചോളും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, കമ്പ്യൂട്ടറും കാര്യങ്ങളും പ്രിൻ്ററും നെറ്റ് കണക്ഷനും അതുപോലെ തന്നെ വെയിറ്റ് അളക്കുന്ന മെഷീനും അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം, അത് ഓൾറെഡി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുക. ഫ്രാഞ്ചൈസി ആക്സസ് ആവാനുള്ള ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ഡേയ്സെങ്കിലും ടൈം എടുക്കും. ആ 10 ഡേയ്സിനുള്ളിൽ നമ്മൾ അതിൻ്റെ ആക്ടിവേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് പാഴ്സൽ മേടിച്ച് വെക്കുക. അതിനുശേഷം അത് മെഷർ ചെയ്യുക, ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക, പ്രിൻ്റ് എടുക്കും. ആ പ്രിൻ്റ് എടുത്തതിന് ശേഷം ആ ഒരു പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ പാഴ്സലിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം. ഇവർക്ക് നമ്മളൊരു ബിൽ ബുക്ക് ഉണ്ടാക്കി വെക്കണം. ആ ബില്ല് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമർ പോയതിന് ശേഷം പോസ്റ്റ്മാൻ വന്നിട്ട് അത് നമ്മളെടുത്ത് നിന്ന് കളക്ട് ചെയ്ത് പോയിക്കോളും. വേറൊരു ബുക്കും കൂടി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മാൻ ഇത്ര പാഴ്സൽ ഇവിടുന്ന് ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരെ കൊണ്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണം. കാരണം ഇൻ കേസ് അവരുടെ നിന്ന് അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു തെളിവിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കി ഇത് വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഏറ്റവും ഗുണം ചെയ്യുന്നത് നിലവിൽ എന്തെങ്കിലും ഓഫീസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഓഫീസ്, ജനസേവന കേന്ദ്രം, അക്ഷയ കേന്ദ്രം, CSC സെൻറ്റർ, ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ, ഇ-സേവാ കേന്ദ്രങ്ങൾ, അങ്ങനെ ഏത് സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരാണെങ്കിലും അതല്ല മറ്റെന്തെങ്കിലും ഓൺലൈൻ സേവനങ്ങൾ നടത്തുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ ഒരു സർവീസ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ബിസിനസ് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തിലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന
കോൺടാക്റ്റ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ഇതിൻ്റെ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കൂടുതലായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.